നമ്മൾ വീണ്ടും ആ കടന്നൽക്കുത്തിന്റെ വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിലെ ബോംബ് ഭീഷണി റിപ്പോർട്ട് ചെയ്യാനെത്തിയ വാർത്താസംഘത്തിനും കളക്ടറേറ്റിലെ ജീവനക്കാർക്കും നാട്ടുകാർക്കും കടന്നലാക്രമണം. 24 വാർത്താസംഘത്തിനും കടന്നലിന്റെ കുത്തേറ്റു. ശ്രീകാന്താണ് വീണ്ടും ചേരുന്നത്. ശ്രീകാന്ത്, ഗുഡ് ഈവനിങ് അഗെയിൻ. അപ്പോൾ ഈ കടന്നലിനെ പേടിച്ച് ശ്രീകാന്ത് വളരെ സേഫായി കാറിനുള്ളിൽ ഇരുന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നൊരു വിവരം PCR നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ വിവരം ശരിയാണോ? ഒപ്പം തന്നെ നമ്മുടെ ഈ മാധ്യമപ്രവർത്തകർക്ക്, മറ്റുള്ളവർക്ക് കടന്നലിന്റെ കുത്തേറ്റ് മറ്റുള്ളവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? നിലവിൽ ഇപ്പോൾ ഞാൻ കാറിലാണ്. വന്ന സമയത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു, പക്ഷേ കടന്നലുകൾ കൂട്ടത്തോടെ വന്ന് പൊതിയുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് നമ്മൾ വീണ്ടും ഈ കാറിനുള്ളിലേക്ക് തന്നെ കയറേണ്ടി വന്നത്. ദേ ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ആ കെട്ടിടത്തിന്, ഈ കാണുന്ന കെട്ടിടത്തിന്, കളക്ടറേറ്റ് കെട്ടിടത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പുറത്തായി 2 കടന്നൽ കൂടുകൾ കിടപ്പുണ്ട്. അത് തീരെ ചെറുതല്ല, അത് വളരെ വലിയ കടന്നൽ കൂടുകളാണ്. ആ കടന്നൽ കൂടുകൾ, അതിൽ നിന്നാണ് ഈ കടന്നലുകൾ കൂട്ടത്തോടെ പുറത്തേക്ക് വന്നതും ആളുകളെ, ഇവിടെ കൂടി നിന്നിരുന്ന ആളുകളെ മുഴുവൻ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായതേ. ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഈ കടന്നലുകൾ വീണ്ടും വാഹനത്തിന് ചുറ്റും കൂടുന്ന ഇതുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏരിയയിലുള്ള ആളുകൾക്ക് ആർക്കും ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുമല്ലോ ശ്രീകാന്ത്. ഒരു നിമിഷം നിന്നാൽ നമുക്കത് കാണിച്ചു തരാൻ പറ്റും. ഇതിനുള്ളിൽ, ഈ കളക്ടറേറ്റിനുള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ചില ആളുകളൊക്കെ തന്നെ ഇറങ്ങിപ്പോകുന്നത് ഹെൽമറ്റൊക്കെ വെച്ചിട്ടാണ്. ഹെൽമറ്റ് വെച്ചിട്ട് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ആ കടന്നൽ കൂട്ടിൽ നിന്നാണ് കടന്നലുകൾ ഇളകി പുറത്തേക്ക് വന്നത്. നമ്മളൊരു ശ്രമം നടത്തി നോക്കി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, പക്ഷേ കഴിയുന്നില്ല. കാരണം പുറത്തേക്കിറങ്ങിയാൽ കടന്നലുകൾ കൂട്ടത്തോടെ വളയുകയാണ്. ഇതേ ഒരു ചേട്ടൻ കുറേയധികം ആളുകളെ വളരെ കഷ്ടപ്പെട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു നമുക്ക് ഒന്നുകൂടി ഒന്ന് വണ്ടി പുറകിലേക്ക് ഒന്നെടുക്കണം. അതിനുള്ളിൽ കുറേയധികം ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് പുറത്തേക്ക് പോകുന്നതിനും ഇറങ്ങുന്നതിനും ഒന്നും സാധിക്കുന്നില്ല. ഈ ഹെൽമറ്റൊക്കെ വെച്ചിട്ടാണ് ആളുകളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ കടന്നലുകൾ കൂട്ടത്തോടെ ഇളകി നിൽക്കുകയാണ്. ആർക്കും പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം. ഇതുവരെ ഇത് അവിടെയുള്ള അധികാരികളോ അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കുന്ന ആളുകളോ അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല ഇത്ര കാലത്തിനകം? ഇതൊരു 2 കൂടുകളുണ്ട്, വലിയ 2 കൂടുകളാണ്. ഇതാണ് കളക്ടറേറ്റിന്റെ മുൻവശം. നമ്മൾ തൊട്ടപ്പുറത്ത് കാണിച്ചതാണ് ഈ കളക്ടറേറ്റിന് വശത്തുള്ള കെട്ടിടത്തിൽ കാണുന്ന ആ കൂട്. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കടന്നലുകൾ വീണ്ടും കൂട്ടത്തോടെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. തീർച്ചയായും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഓരോരുത്തരെയായി ഹെൽമറ്റ് ധരിപ്പിച്ച് പുറത്തുള്ള വാഹനത്തിൽ കൊണ്ട് ഇരുത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധിക നേരം നമുക്ക് പുറത്ത് നിൽക്കാനും സാധിക്കില്ല. ആ നേരത്തെ നമ്മൾ കാണിച്ചു തന്ന 2 കടന്നൽ കൂടുകളാണ് ഇളകിയത്. പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാതെ നിരവധി ആളുകൾ ഇപ്പോഴും അകത്തുണ്ട്. 50-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ പല ആളുകൾക്കും ഈ കടന്നലിന്റെ കുത്തേറ്റു എന്നുള്ളതാണ്. വേഗം തിരിച്ചു സജോട്ടെ. ഇപ്പോൾ കടന്നലുകൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ലൈവ് കൊടുക്കുന്നതിനിടയിലും കടന്നലുകൾ കൂട്ടത്തോടെ എത്തുന്നുണ്ട്. അതായത് ഈ പ്രദേശത്ത്, കളക്ടറേറ്റ് പ്രദേശത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ മുൻവശത്ത് പോലും നമുക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അകത്തുള്ള ജീവനക്കാരെയൊക്കെ എങ്ങനെ പുറത്തേക്ക് എത്തിക്കും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. മാത്രമല്ല, ഇതിന്റെ ഇടയിൽ നമ്മൾ ആ തിരുവനന്തപുരം കളക്ടറേറ്റിലെ ആ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് കൂടി അറിയണം എന്നുണ്ട്. ആ ബോംബ് ഭീഷണി അതെന്തായിരുന്നു യഥാർത്ഥത്തിൽ? അത് വ്യാജം എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് അപ്ഡേഷൻസ് അത് ഇവിടുത്തെ ആളുകളോട് ചോദിക്കുന്നത് തന്നെ കഷ്ടമാണ്. കാരണം ഇതൊരു പ്രേതാലയം പോലെയുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഒരാൾ പോലും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അകത്തേക്ക് കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യവുമാണ്. ഗ്ലാസ്സൊക്കെ അടച്ച്, ഉള്ള ആളുകളൊക്കെ തന്നെ ഗ്ലാസ്സൊക്കെ അടച്ച് അകത്തിരിക്കുകയാണ്. ഹെൽമറ്റ് ഇട്ട് ദേഹമൊക്കെ മൂടി ഓരോരുത്തരെ സെക്യൂരിറ്റിമാർ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഒരുവിധം ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടാൽ മനസ്സിലാകും. അകത്താളുകളുണ്ട് ഇപ്പോഴും. അവർക്ക് പുറത്തേക്ക് വരികയും വേണം. ഹെൽമെറ്റ് ഇട്ട് നിൽക്കുകയാണ്. തല നോക്കിയാണ് കുത്തുന്നത്. തലയ്ക്കും അതോടൊപ്പം തന്നെ മുഖത്തുമൊക്കെ നോക്കിയാണ് കുത്തുന്നത്.
അത് വലിയ പ്രതിസന്ധിയുണ്ട്. പക്ഷേ ബോംബ് ഭീഷണിയുടെ കാര്യം ചോദിച്ചാൽ നിലവിൽ അത് വ്യാജം എന്നൊരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. കാരണം അതിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയിരുന്നു. ആ ഇറങ്ങിയ സമയത്തും നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടുണ്ട്. ദേ ഇപ്പോൾ അകത്ത് കുടുങ്ങിപ്പോയ കുറച്ച് മാധ്യമപ്രവർത്തകരുണ്ട്. അവർ പുറത്തേക്ക് വരുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ദൃശ്യങ്ങളടക്കം കാണാം. ഏതാണ്ട് ഒരു 3 മണിയോട് കൂടിയാണ് എത്തിയത്. അവരതിൽ കുടുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. പുറത്തേക്ക് ഇറങ്ങി വരും. ആ ദൃശ്യങ്ങൾ കാണാം. അവരിപ്പോൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നുണ്ട്. അവർ കുറേ അധികം നേരമായി അവിടെ അകത്ത് തന്നെയായിരുന്നു. പുറത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരും തിരിച്ചിറങ്ങി വരുന്നുണ്ട്. എങ്കിലും സൂക്ഷിച്ച് ഈ പ്രദേശത്ത് സൂക്ഷിച്ച് മാത്രമേ നിൽക്കാൻ സാധിക്കൂ. കാരണം കടന്നൽ ഏത് നിമിഷം വേണമെങ്കിലും കടന്നലിൻ്റെ കുത്തേൽക്കാം എന്നുള്ള അവസ്ഥയിലാണ് നിലവിൽ ഉള്ളത്. ഓരോരുത്തരെയായി ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. ശരി ശ്രീകാന്ത്, എന്തായാലും സുരക്ഷിതമായ ഇടത്തേക്ക് തന്നെ മാറി നിൽക്കൂ എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ വാർത്താ സംഘത്തിന് നേരെ കടന്നൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കടന്നൽ കുത്തേൽക്കാതെ ശ്രീകാന്ത് മാറി നിൽക്കൂ. കാരണം ഒരു വ്യാജ ബോംബ് ഭീഷണിയാണ് ഇത്രയൊരു വലിയൊരു കടന്നൽ കൂടി ഇളകി അത് കുറേ പേരെ കുത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ കടന്നത്. നമുക്ക് കാണുമ്പോൾ ഇത് അല്പം തമാശയായിട്ടൊക്കെ തോന്നുമെങ്കിലും കാര്യം അത്ര നിസ്സാരമല്ല. പലപ്പോഴും കടന്നൽ കുത്തിയിട്ടത് കുറച്ച് സീരിയസ് ആയ അവസ്ഥയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് പല ഇടങ്ങളിലായി. തേനീച്ച കുത്തും കടന്നൽ കുത്തുമൊക്കെ. അപ്പോൾ അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. എന്തായാലും ഈ സംഭവം ഉണ്ടാകുന്ന ഒരു വ്യാജ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട വാർത്ത തേടാൻ പോകുമ്പോഴാണ് വ്യാജമാണെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള കൃത്യമായ ശാസ്ത്രീയ പരിശോധന അവിടെ നടത്താൻ സാധിച്ചോ എന്നറിയില്ല. അതിനു മുമ്പാണോ ഈ കടന്നലിൻ്റെതായ ഒരു ബോംബാക്രമണം ഉണ്ടായത്